നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടേൽസ് ഓഫ് ഏഞ്ചൽ. എല്ലാവർക്കും എന്നാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായല്ലേ. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി എനിക്ക് ഭയങ്കര മടിയായിരുന്നു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വീഡിയോ ഇടണമെന്ന്. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര മടി പിടിച്ചിരിക്കുവായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. പിന്നെ ഞാനിപ്പോൾ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത്, ഏഞ്ചലെ നീ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, നീ വീഡിയോ ചെയ്യണം ചെയ്യണം, കുറെ നാളായി വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് എന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് ഞാനിപ്പോൾ വീഡിയോ എടുക്കാനിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് പ്രൊസീജിയറിനെ കുറിച്ചാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര സർജറി പോലത്തെ ഒരു പ്രൊസീജിയർ ആണ്. മേലെല്ലാം കീറി മുറിച്ച് അങ്ങനത്തെ പ്രൊസീജിയർ ആണല്ലേ. പക്ഷെ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർജറി അല്ല കേട്ടോ. അത് നമ്മുടെ ബ്ലഡ് ഒക്കെ ട്രാൻസ്ഫ്യൂസ് ചെയ്യത്തില്ല, കയ്യിൽ ഇങ്ങനെ പിക്ലാനിൽ കൂടെ ബ്ലഡ് കയറ്റത്തില്ല, അതുപോലെ ബോൺ മാരോ അല്ലെങ്കിൽ സ്റ്റെം സെല്ല് നമ്മുടെ ശരീരത്തിലോട്ട് കയറ്റുന്നേ ഉള്ളൂ കേട്ടോ. അതിന് കൂടുതലായിട്ട് ഇങ്ങനെ സർജറിയും കാര്യങ്ങളും നമ്മളെ ബോധം കെടുത്തോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ കുറെ പേർക്ക് ഇങ്ങനെ തെറ്റിദ്ധാരണയുണ്ട് സർജറി ആണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോ മെയിൻ ആയിട്ട് ഇത് പറഞ്ഞത്. അപ്പൊ ഈ ആദ്യമൊക്കെ ബോൺ മാരോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബോണിന്ന് ഡയറക്റ്റ് ഇങ്ങനെ കുത്തി എടുത്തിട്ട് ബോൺ മാരോ വലിച്ചെടുക്കും, എന്നിട്ട് നമ്മുടെ ബ്ലഡിലോട്ട് കയറ്റി വിടുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് ബ്ലഡിൽ നിന്ന് തന്നെ സ്റ്റെം സെൽ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ വെയിനിൽ കൂടെ തന്നെ ബ്ലഡിലോട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലോട്ട് ഈ സ്റ്റെം സെല്ലാണല്ലോ കയറ്റുന്നത്. അപ്പൊ ഈ സ്റ്റെം സെല്ല് നമുക്ക് ബ്ലഡിൽ നിന്നും കിട്ടും, ബോൺ മാരോയിൽ നിന്നും കിട്ടും. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ ബ്ലഡിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്ലഡിൽ നിന്ന് കളക്ട് ചെയ്ത സ്റ്റെം സെല്ല് നമ്മുടെ ശരീരത്തിലോട്ട് കയറ്റി കഴിയുമ്പം അത് തന്നെ ബോൺ മാരോയിൽ പോയി സെറ്റിൽ ആവും. അത് തന്നെ അതിന്റെ ഹോം കണ്ടുപിടിച്ച് അവരവിടെ സെറ്റ് ആവും. എന്നിട്ട് അവരവിടെ ന്യൂ സെല്ല് റീപ്രൊഡ്യൂസ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാണ് ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് പ്രൊസീജിയർ കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മള് എന്തിനൊക്കെയാണ് ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വെച്ചാൽ, ചില ലുക്കീമിയാസ്, ബ്ലഡ് ക്യാൻസർ ഇല്ല, അതിൻ്റെ അകത്ത് വരുന്ന ലുക്കീമിയ, ലിംഫോമ, പിന്നെ മൈലോമ, ഇതൊക്കെ ക്യാൻസർ ആണ്. ഈ ക്യാൻസറിനൊക്കെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുണ്ട്. ഇതിന് മാത്രമല്ല, ഇപ്പൊ ക്യാൻസറസ് ആയിട്ട് ഉള്ളതല്ലാത്ത വേറെ കുറച്ച് അസുഖങ്ങളുണ്ട്. ലൈക്ക് അപ്ലാസ്റ്റിക് അനീമിയ, തലസീമിയ, പിന്നെ ബോൺ മാരോ ഫെയിലിയർ ഉള്ളവര്, പിന്നെ ഇൻബോൺ എറേഴ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി ചിൽഡ്രൻ, കുട്ടികളിൽ വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യും കേട്ടോ. അപ്പൊ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്തത് അലോജനിക് ട്രാൻസ്പ്ലാന്റ് ആണ്. അലോജനിക്കും ഉണ്ട്, ഓട്ടോലോഗസും ഉണ്ട്. അലോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ ബോഡിയിൽ നിന്ന് ബോൺ മാരോ എടുത്തിട്ട് നമ്മുടെ ബോഡിയിൽ വെക്കുന്നത്. ഓട്ടോലോഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ ഒരു പാർട്ടിൽ നിന്ന് ബോൺ മാരോ എടുത്തിട്ട് നമ്മുടെ ബോഡിയിൽ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ്. അതിൽ എനിക്ക് ചെയ്തത് അലോജനിക് ആയിരുന്നു. എന്റെ ബ്രദറിന്റെ എടുത്തിട്ട് എനിക്ക് വെക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ കോമൺ ആയിട്ട് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ, എന്റെ ബോൺ മാരോ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു എന്നൊക്കെയായിരുന്നു കേട്ടോ. അപ്പൊ 2023 ജനുവരി 13 ആട്ടോ ഞാൻ ട്രാൻസ്പ്ലാന്റിനായിട്ട് BMT യൂണിറ്റിൽ അഡ്മിറ്റ് ആവുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പം ആദ്യമേ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഒരു പിക്ക് ലൈൻ ഉണ്ടായിരുന്നു. ആ പിക്ക് ലൈൻ അവര് റിമൂവ് ചെയ്യും. നമ്മൾ പുറത്ത് ഇപ്പൊ കീമോ ചെയ്ത പിക്ക് ലൈൻ, അതിന്റെ അകത്ത് അവര് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനോ അകത്തെ കീമോ ചെയ്യാനോ യൂസ് ചെയ്യത്തില്ല. നമ്മൾ കയറുന്ന അന്ന് തന്നെ അവർ ആ പിക്ക് ലൈൻ റിമൂവ് ചെയ്തിട്ട് വേറൊരു പിക്ക് ലൈൻ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് അവിടുത്തെ സിസ്റ്റേഴ്സ് ഒന്നുമല്ല, പിക്ക് ലൈന് വേറൊരു ടീമുണ്ട്. ആ ടീം വന്നിട്ടാട്ടോ നമ്മുടെ പിക്ക് ലൈൻ ഒക്കെ ഇടുന്നത്. അപ്പൊ ആദ്യം എന്റെ ഈ ലെഫ്റ്റ് ഹാൻഡിലായിരുന്നു പിക്ക് ലൈൻ കിടന്നിരുന്നത്. അത് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ റൈറ്റ് ഹാൻഡിൽ പിക്ക് ലൈൻ ഇടാനായിട്ട് വന്നു കേട്ടോ. അപ്പൊ പിക്ക് ലൈൻ ഇട്ട കാര്യം പറയുകയാണെങ്കിൽ കോമഡിയാണ്. കാരണം അവർ ആദ്യമേ ഇൻസെർട്ട് ചെയ്തപ്പം ഇങ്ങനെ ഇൻസെർട്ട് ചെയ്ത് ഇവിടെ വന്നപ്പം അത് തട്ടി നിന്നു, എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു. പിന്നെ അവർ കുറെ ട്രൈ ചെയ്തു, പക്ഷെ ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു. എനിക്ക് എന്ത് ചെയ്താൽ ഇടാൻ പറ്റുന്നില്ല. അവരത് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഇടാനായിട്ടൊക്കെ നോക്കി, പക്ഷെ കുറെ ട്രൈ ചെയ്തിട്ട് അവർക്ക് ഇടാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് പിക്ക് ലൈൻ ഇടുമ്പോൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. അല്ലാതെ ഇതിനു മുമ്പ് എന്റെ സ്റ്റക്കായിട്ട് നിന്നിട്ടൊന്നുമില്ല. കറക്റ്റ് ബോൺ മാരോ കയറി കഴിഞ്ഞപ്പം എന്റെ ഇവിടെ ഇട്ട് കഴിഞ്ഞപ്പോ ഇവിടെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു ലൈന്. അങ്ങനെ ആ പിക്ക് ലൈൻ ടീം കുറെ ട്രൈ ചെയ്തു, പക്ഷെ അവരൊക്കെ ഒന്നും പറ്റാത്തതുകൊണ്ട് അവർ പിക്ക് ലൈൻ എക്സ്പേർട്ട് വേറെ ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ അത് ഇടാനായിട്ട് വേറെ ഡോക്ടർ വന്നു.
അപ്പൊ അത്ര നേരം ഇവിടെ എന്റെ ഇൻസിഷൻ ചെയ്തത് കൊണ്ട് എനിക്ക് പ്ലേറ്റ്ലെറ്റ്സ് ഒന്ന് കുറവായിരുന്നുണ്ട്. അപ്പൊ എന്നെ നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ചോര പൊക്കോണ്ടേയിരിക്കുവായിരുന്നു. പിന്നെ വേറെ ഡോക്ടർ വന്നിട്ട് കുറെ നേരം ട്രൈ ചെയ്തിട്ടാണ് എന്റെ പിക്ക് ലൈൻ ഇടാനായിട്ട് പറ്റിയത്. അപ്പൊ പിക്ക് ലൈൻ ഇട്ടു. എനിക്ക് അന്ന് തന്നെ എന്റെ കീമോ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എനിക്ക് കീമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BMT കയറി കഴിഞ്ഞപ്പോ എനിക്ക് 5 ഡേയ്സ് കീമോയും അതിന്റെ പിറ്റേ ദിവസം ഒരു ഫുൾ ബോഡി റേഡിയേഷനും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിക്ക് ലൈൻ ഇട്ട് 13-ാം തീയതി തന്നെ എന്റെ കീമോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് വൈകുന്നേരം തന്നെ. അപ്പൊ അന്ന് വൈകുന്നേരം കീമോ സ്റ്റാർട്ട് ചെയ്തു. 5 ദിവസം ഫുൾ കീമോ ഉണ്ടായിരുന്നു. അപ്പൊ 5 ദിവസം കഴിഞ്ഞ് 6-ാമത്തെ ദിവസം എനിക്ക് ഫുൾ ബോഡി റേഡിയേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രിപ്പറേഷൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമായിരുന്നു ഈ റേഡിയേഷൻ. നമ്മൾ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് റേഡിയേഷനിലെ ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്യണമായിരുന്നു. എന്നിട്ട് അവിടെ നമുക്ക് നമ്മുടെ ഫുൾ ബോഡിയുടെ മെഷർമെന്റ് അവർ ഓൾറെഡി എടുക്കും. നമുക്കിപ്പോൾ റേഡിയേഷൻ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയോ മെഷർമെന്റ്സ് എടുക്കണം. അപ്പൊ അവർ നമ്മളെ ഇരുത്തിയും കിടത്തിയും കമത്തി കിടത്തിയും മറിച്ച് കിടത്തിയൊക്കെ കുറെ മെഷർമെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഈ 5 ഡേയ്സ് കീമോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ തന്നെ കഴിഞ്ഞിട്ട് 6th ഡേ നമ്മളെ റേഡിയേഷൻ എടുക്കാനായിട്ട് റേഡിയേഷൻ റൂമിലോട്ട് കൊണ്ടുപോകും. അത് BMT യൂണിറ്റിന്റെ പുറത്താണ്. അപ്പൊ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റെറിലൈസ്ഡ് ആയിട്ടാട്ടോ നമ്മളെ 2-3 മാസ്ക് ഒക്കെ വെപ്പിച്ചിട്ട് ഗ്ലൗസും അതൊക്കെ ഇടിയിച്ച് പിന്നെ നമുക്ക് ലിഫ്റ്റിൽ പോകണം. അപ്പൊ നമ്മൾ കയറുന്ന ലിഫ്റ്റില് വേറെ ആരെയും കയറ്റത്തില്ല. ലൈക്ക് ഞാനും മമ്മിയും പിന്നെ നമ്മളെ വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന ആ ചേച്ചി മാത്രമേ കാണത്തുള്ളൂ. വേറെ ഒരാളെ പോലെ അവർ കയറ്റാൻ സമ്മതിക്കത്തില്ല. അവർ കയറാൻ വരുമ്പോൾ അവർ കയറാൻ പറ്റില്ല, BMTയിലെ പേഷ്യന്റ് ആണെന്ന് പറയും. അങ്ങനെ അവർ കയറ്റാൻ സമ്മതിക്കത്തില്ല. അത്രത്തോളം സ്റ്റെറിലൈസ്ഡ് ആയിട്ടാട്ടോ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് നമ്മളെ റേഡിയേഷൻ ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മളെ തിരിച്ചു കൊണ്ടുവരും. അപ്പൊ ഈ തിരിച്ചു കൊണ്ടുവരുമ്പോഴേ നമ്മൾ പോയി കുളിക്കണം, കാരണം നമ്മൾ പുറത്തുനിന്നാണല്ലോ വന്നത്. അപ്പൊ തന്നെ നമ്മൾ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറണമായിരുന്നു കേട്ടോ. അപ്പൊ ഈ 5 ദിവസത്തെ കീമോയും 1 ദിവസത്തെ ഫുൾ ബോഡി റേഡിയേഷനും കഴിഞ്ഞ് 7-ാമത്തെ ദിവസമായിരിക്കും കേട്ടോ എന്റെ ട്രാൻസ്പ്ലാന്റ്. അപ്പൊ ഈ കീമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ഡോസ് ആയിട്ടുള്ള കീമോയാണ്. അപ്പൊ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വെള്ളം കുടിക്കണം. കാരണം ഈ കീമോ മെഡിസിൻ പോകുമ്പം കിഡ്നി ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ട്, പിന്നെ ജോണ്ടിസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മമ്മിക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ചിലപ്പം മിക്കവർക്കും തന്നെ ഈ കീമോ മെഡിസിൻ പോകുമ്പോൾ കിഡ്നി ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ എന്നോട് ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും അത് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയുള്ള ആളാട്ടോ ഞാൻ. എന്നിട്ട് ഞാൻ കുറെ ട്രൈ ഒക്കെ ചെയ്ത് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞു 7-ാമത്തെ ദിവസമായിരുന്നു, അതായത് ജനുവരി 19, 2023 ആയിരുന്നു കേട്ടോ എന്റെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. അപ്പൊ ഈ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് സ്റ്റെം സെല്ല് കളക്ട് ചെയ്തത് എന്റെ ബ്രദറിന്റെ അടുത്ത് നിന്നായിരുന്നല്ലോ. അപ്പൊ എനിക്ക് ഈ കീമോ ചെയ്യുന്ന ദിവസം തന്നെ ലൈക്ക് ട്രാൻസ്പ്ലാന്റിന് 5 ദിവസം മുമ്പ് തൊട്ട് കുകുച്ചാന് ഒരു ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു. അത് നമ്മുടെ ബോഡിയിൽ WBCയുടെ കൗണ്ട്സ് ഇങ്ങനെ കൂട്ടാനായിട്ടുള്ള ഗ്രഫീൽ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അതെടുത്തെടുത്ത് നമ്മുടെ കൗണ്ട്സ് ഇങ്ങനെ കുകുച്ചാന്റെ കൗണ്ട്സ് കൂട്ടണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ട്രാൻസ്പ്ലാന്റിന് 5 ദിവസം മുമ്പ് തന്നെ അവൻ ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഗസ്റ്റ് ഹൗസിൽ ഇങ്ങനെ താമസിച്ച് എല്ലാ ദിവസവും വന്ന് ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പോവായിരുന്നു. അപ്പൊ ഈ 5 ദിവസം ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് 19-ാം തീയതി രാവിലെയാണ് അവന് ഈ സ്റ്റെം സെല്ല് ഡൊണേറ്റ് ചെയ്യാനായിട്ട് വരേണ്ടത്. അപ്പൊ അന്ന് അവൻ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവണം. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനായിട്ട് അവന്റെ കൂടെയും ബൈസ്റ്റാൻഡേഴ്സ് വേണമായിരുന്നു. അപ്പൊ എന്റെ കൂടത്തിൽ മമ്മി ഉണ്ടായിരുന്നു, മമ്മിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ കുജാന്റെ കൂടത്തിലും ബൈസ്റ്റാൻഡേഴ്സ് വേണമായിരുന്നു. അപ്പൊ എന്റെ ആന്റിമാര് വന്നിട്ടുണ്ടായിരുന്നു, അവരായിരുന്നു കേട്ടോ നിന്നത്. അപ്പൊ രാവിലെ പോയി അഡ്മിറ്റ് ആയി. സ്റ്റെം സെല്ല് കളക്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരുടെ ഈ പെരിഫറൽ ലൈൻ, ഈ കൈയിലെ ലൈനിൽ കൂടെയാണ് നമ്മൾ നല്ല വെയിൻ ഉണ്ടാവണം, അതിലും വഴി വെയിൻ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് കൂടുതലും സ്റ്റെം സെല്ല് കളക്ട് ചെയ്യുന്നത്. എന്തോ ഭാഗ്യത്തിന് അവനവിടെ വെയിൻ കിട്ടിയില്ല. അവനവിടെ വെയിൻ കിട്ടിയില്ല. അപ്പൊ അതിനു മുമ്പ് തന്നെ ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സസൈസ് ഒക്കെ ചെയ്യണം, കയ്യിൽ വെയിൻ ഉണ്ടാക്കണം എന്ന്. അപ്പൊ അവന് ഡമ്പലൊക്കെ മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്ന് പൊക്കലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വെയിൻ കിട്ടിയില്ല. എന്നിട്ട് പിന്നെ അവന് വെയിൻ കിട്ടാത്തോണ്ട് തന്നെ നമ്മുടെ കാലില് ഫിമറൽ കത്തീറ്റർ ഇട്ടിട്ടാണ് അവന് സ്റ്റെം സെല്ല് എടുത്തത്. അപ്പൊ ഫിമറൽ കത്തീറ്റർ ഇടുമ്പോ ഇച്ചിരി വേദന ഉണ്ട് കേട്ടോ, കൈ കുത്തുന്ന പോലെ അല്ല. അപ്പൊ ഈ ഫിമറൽ കത്തീറ്റർ ഉണ്ടെങ്കിൽ ആദ്യം ഡോക്ടേഴ്സ് അനസ്തേഷ്യ കൊടുക്കും, ലൈക്ക് ലോക്കൽ അനസ്തേഷ്യ കേട്ടോ, ബോധം കെടുത്തതൊന്നുമില്ല, കാലെ മാത്രം അനസ്തേഷ്യ കൊടുത്തിട്ട് അങ്ങനെയാണ് കത്തീറ്റർ ഇടുന്നത്. അവന് പാവം 4 പ്രാവശ്യം കുത്തിപ്പോഴെങ്ങാണ്ടാണ് അവന് വെയിൻ കിട്ടിയത്. അത്ര നേരം അവന് കുത്തിയിട്ട് വെയിൻ കിട്ടിയില്ല. അപ്പൊ ചെറിയ നല്ല വേദന എടുത്തെന്നാ പറഞ്ഞത്.
അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നമ്മളിങ്ങനെ സ്റ്റെം സെല്ല് കളക്ട് ചെയ്യും. ഈ സ്റ്റെം സെല്ല് കളക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എഫറസിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വഴിയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിന്റെ അകത്താണല്ലോ ഈ സ്റ്റെം സെല്ല് WBCക്കകത്ത്. അപ്പൊ ഈ ബ്ലഡ് ഇങ്ങനെ എടുത്തിട്ട് ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീന് കയറ്റി കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് സ്റ്റെം സെല്ല് മാത്രം സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ആ എടുത്ത ബ്ലഡ് നമ്മുടെ ബോഡിയിലോട്ട് തന്നെ തിരിച്ചു കയറും. അങ്ങനെയാണ് നമ്മുടെ സ്റ്റെം സെല്ല് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു 3-4 മണിക്കൂറിന്റെ പ്രൊസീജിയർ ആണ്. ഇപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന് ആദ്യമേ എടുക്കുമ്പോൾ തന്നെ എനിക്ക് കേറാനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള സ്റ്റെം സെല്ല് കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഒന്നും കൂടെ എടുക്കുമെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 2 പ്രാവശ്യം കളക്ട് ചെയ്തിട്ട് എനിക്ക് അതിന്റെ പിറ്റേ ദിവസം സ്റ്റെം സെല്ല് തരത്തുള്ളായിരുന്നു. പക്ഷെ ലക്കിലി ആദ്യം എടുത്തപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള സ്റ്റെം സെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ രണ്ടാമത് വേറെ എടുക്കേണ്ട വന്നില്ല. പിന്നെ ഇവർക്ക് ഈ സ്റ്റെം സെല്ല് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇവർ വിറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ്സ് കൊടുത്തോണ്ടാട്ടോ ഇരുന്നത്. കാരണം നമ്മുടെ ബ്ലഡ് ഇങ്ങനെ പോകുമ്പോൾ സ്റ്റെം സെല്ല് ലോസ് ആകുമ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി പെട്ടെന്ന് കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റേഴ്സ് കുകുച്ചാന് വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ്സ് കൊടുത്തോണ്ടാണ് ഇരുന്നത്. പിന്നെ നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ല, എപ്പോഴും അവൈക്ക് ആയിട്ടിരിക്കണം കേട്ടോ. അപ്പൊ കുകുച്ചാന്റെ അടുത്ത് ഈ സ്റ്റെം സെൽ എല്ലാം സഫീഷ്യന്റ് ആയിട്ട് കളക്ട് ചെയ്തിട്ട് രാത്രി ആയപ്പോഴാട്ടോ എന്റെ അടുത്തോട്ട് സിസ്റ്റേഴ്സ് ഈ സ്റ്റെം സെല്ലായിട്ട് വന്നത്. രാത്രി ഒരു 7 മണിക്കാണോ 8 മണിക്കാണോ എന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. ആ ടൈമിൽ രാത്രി 7, 8 ഇതിലേതോ ഒരു ടൈമിൽ സിസ്റ്റർമാർ വന്നു എന്റെ അടുത്ത്. എന്നിട്ട് ഇതൊരു 1/4 മണിക്കൂറിന്റെ പ്രൊസീജിയർ ആണ് കേട്ടോ ഈ സ്റ്റെം സെല്ല് ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ സിസ്റ്റേഴ്സ് ഇങ്ങനെ ഭയങ്കര സ്റ്റെറിലൈസ്ഡ് ആയിട്ട് ഇതൊക്കെ എടുത്തോണ്ട് വന്നിട്ട് നമ്മുടെ പുതിയ IV സെറ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ കണക്ട് ചെയ്യും. ഈ പിക്ലൈൻ്റെ അകത്തൂടെ തന്നെയാണ് നമുക്ക് സ്റ്റെം സെല്ല് കയറ്റുന്നത്. അപ്പൊ ഭയങ്കര സ്റ്റെറിലൈസ്ഡ് ആയിട്ട് ആണ് സിസ്റ്റേഴ്സ് ഇത് ചെയ്യുന്നത്. പിന്നെ ഡോക്ടറും വരും കേട്ടോ, അന്നേരം ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടറും വരും നമ്മുടെ അടുത്തോട്ട്. പിന്നെ അവിടുത്തെ കുറെ സിസ്റ്റേഴ്സ്, എല്ലാ സിസ്റ്റേഴ്സും നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും. സിസ്റ്റേഴ്സ് ഭയങ്കര സ്റ്റെറിലൈസ്ഡ് ആയിട്ട് ഗ്ലൗസ് ഒക്കെ ഇട്ട് ഈ IV സെറ്റ് ഒക്കെ കണക്ട് ചെയ്ത് വെക്കും. ഇതൊക്കെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കും കേട്ടോ, നമ്മുടെ ചുറ്റിലും നിന്ന് ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടിയിട്ട് ഇത് സക്സസ് ആയിട്ട് നടക്കാനായിട്ട്. കാരണം ഇത് ഭയങ്കര എന്താ പറയാ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. വേറൊരാളുടെ സ്റ്റെം സെല്ലാണ് നമ്മുടെ ബോഡിയിലോട്ട് കയറാൻ പോകുന്നത്. അപ്പം ഇത് കേറുമ്പോൾ എങ്ങനെ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്കിത് ഫെയിൽ ആവാം, അല്ലെങ്കിൽ ചില സമയത്ത് ചിലർക്ക് ഇങ്ങനെ സ്റ്റെം സെല്ല് കേറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുണ്ടാവാം. നമ്മുടെ റെസ്പിറേറ്ററി റേറ്റും അതൊക്കെ കുറഞ്ഞു പോകും. അപ്പൊ നമ്മളെ ഫുൾ ടൈം ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മുടെ BP പാരറ്റസും ഒക്കെ കെട്ടിയിട്ട് BP മോണിറ്റർ ചെയ്യും, റെസ്പിറേഷൻ മോണിറ്റർ ചെയ്യും, ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യും, അങ്ങനെ വൈറ്റൽസ് എല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ സിസ്റ്റേഴ്സ് എല്ലാം വന്നിട്ട് നമ്മുടെ ചുറ്റിലും നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും, നമ്മളോടും പ്രാർത്ഥിക്കാൻ പറയും കേട്ടോ. പിന്നെ ഡ്യൂട്ടി ഡോക്ടറും കാണും. അവരെല്ലാം നിന്നിങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പം ഡോക്ടർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തോളാൻ പറയുമ്പോഴുള്ളൂ കേട്ടോ അവര് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ഡോക്ടർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു കഴിയുമ്പോൾ സിസ്റ്റർ ആദ്യമേ കുറച്ച് നമ്മുടെ ബോഡിയിലോട്ട് കയറ്റും. ചെറിയൊരളവ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ടൊക്കെ കയറ്റത്തുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഒറ്റയടിക്ക് ഫുൾ ആയിട്ട് അങ്ങ് ഇടാൻ പറ്റത്തില്ല, നമ്മുടെ ബോഡി പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതുപോലെ സ്ലോ ആയിട്ട് അവര് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് നമ്മുടെ ബോഡിയിലോട്ട് കയറ്റും. അപ്പൊ ഇങ്ങനെ കയറ്റുമ്പോൾ നമ്മുടെ വൈറ്റൽസ് അവർ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മളെ സ്റ്റാർട്ട് ചെയ്ത ടൈം ഒക്കെ അവർ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ട് അവരിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ വൈറ്റൽസ് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുകയാണെങ്കിൽ അവര് ഒരു പൊടിക്ക് കൂട്ടും. ഭയങ്കരമായിട്ട് കൂട്ടത്തൊന്നുമില്ല, ചെറുതായിട്ട് അവര് കൂട്ടും. എന്നിട്ട് ആ ഒരു ലെവലാണ് പിന്നെ നമ്മുടെ സ്റ്റെം സെല്ല് നമ്മുടെ ബോഡിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ സ്റ്റെം സെല്ല് കയറുന്ന ടൈം ഫുള്ള് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാട്ടോ ഇരിക്കുന്നത്. പിന്നെ എല്ലാവരും നമ്മുടെ ചുറ്റിലും കാണും, ഡോക്ടറും സിസ്റ്റേഴ്സും എല്ലാം നമ്മുടെ അടുത്ത് തന്നെ കാണും. ഈ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് കഴിയുന്നവരെ അവർ നമ്മുടെ അടുത്ത് നിന്ന് പോകത്തില്ല കേട്ടോ. നമ്മുടെ വൈറ്റൽസ് ഒക്കെ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എന്റെ സ്റ്റെം സെല്ലും ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഭാഗ്യത്തിന് ആ ടൈമിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല, എന്തോ ലക്കുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അന്നേരം എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത അന്ന് തന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ പിറ്റേ ദിവസമൊക്കെ തൊട്ടാണ് എനിക്ക് ഫുള്ള് ബുദ്ധിമുട്ട് വരാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഇപ്പൊ ജനുവരി 19 തീയതി അല്ലേ എനിക്ക് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ്. ആ ഡേ നമ്മൾ ഡേ 0 ആയിട്ടാണ് കൂട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ദിവസങ്ങളാണ് നമ്മൾ Day+1, Day+2 അങ്ങനെയാണ് കേട്ടോ കൂട്ടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ എന്റെ ട്രാൻസ്പ്ലാന്റിന്റെ മെയിൻ ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സൈഡ് എഫക്ട്സ്, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്താണെന്ന് ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നെ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യണം കേട്ടോ. എങ്കിലേ എന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരേക്കും ബൈ.